മാരിവില്ലിൻ ഗോപുരങ്ങൾ ലുക്കാസ് സിനിമയ്ക്ക് ശേഷം അരുൺ ബോസ് ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ്. പ്രമോദ് മോഹനും അരുൺ ബോസും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ശ്യാം പ്രസാദ് MS ആണ് സിനിമയുടെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം കൊള്ളാവുന്ന ടെക്നീഷ്യൻസ് ഒക്കെ പണിയെടുത്ത് അത്യാവശ്യം കൊള്ളാവുന്ന ആർട്ടിസ്റ്റുകളെല്ലാം അഭിനയിച്ച സിനിമയാണ്. പക്ഷേ സിനിമ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. പേഴ്സണലി എനിക്ക് ഒട്ടും ഓക്കെ ആയി തോന്നിയില്ല ഈ സിനിമ കണ്ടിട്ട്. നല്ല സബ്ജക്റ്റാണ് പറയുന്നതൊക്കെ. പേടിയെ കുറിച്ചാണ് പറയുന്നത്. 4 കഥാപാത്രങ്ങൾ. നമ്മുടെ ഇന്ദ്രജിത്ത് ചെയ്യുന്ന ഷിൻഡോ എന്ന് പറയുന്ന കഥാപാത്രം, ഷിൻഡോയുടെ ഭാര്യയായിട്ടുള്ള ഷെറിൻ എന്ന കഥാപാത്രം ചെയ്യുന്ന ശ്രുതി രാമചന്ദ്രനാണ്. ഷിൻഡോയുടെ ബ്രദറായിട്ടുള്ള സർജാൻ ഖാലിദ് ചെയ്യുന്ന കഥാപാത്രം, അതുപോലെ തന്നെ ബ്രദറിന്റെ ലിവിങ് ടുഗദർ പാർട്ട്ണർ ആയിട്ടുള്ള വിൻസി ചെയ്യുന്ന കഥാപാത്രം. ഇങ്ങനെ 4 കഥാപാത്രങ്ങൾ. ഈ 4 കഥാപാത്രങ്ങളുടെയും വ്യത്യസ്തമായിട്ടുള്ള പേടികൾ, ഫോബിയ. ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണ്, അടുത്ത ആൾക്ക് പ്രസവിക്കാൻ പേടിയാണ്, അടുത്ത ആൾക്ക് പ്രതികരിക്കാൻ പേടിയാണ്, അടുത്ത ആൾക്കാണെങ്കിൽ സിനിമയുടെ തിരക്കഥ ഒരു പ്രൊഡ്യൂസറോട് പോയി പറയാൻ പേടിയാണ്. അങ്ങനെ 4 വ്യത്യസ്തമായ പേടികളാണ് പറയുന്നത്. പക്ഷെ ഈ 4 പേടികളെ കുറിച്ചാണ് സിനിമ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 2-2.5 മണിക്കൂർ മെനക്കെടുത്തി നമ്മളെ ഇരുത്തിയിട്ടുണ്ട്. അതായത് പറയേണ്ട വിഷയത്തിൽ നിന്നും ഇങ്ങനെ തെന്നി മാറി ഏതൊക്കെയോ കഥകളിലൂടെ പോയി പല അടരുകളായിട്ട് പോയിട്ട് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ പഞ്ചൊക്കെ എത്തിയപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇതെന്താ ഈ പറയുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ പോയി സിനിമയുടെ ക്ലൈമാക്സിന് തൊട്ട് മുൻപാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പേടിയെ കുറിച്ചാണ് സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തൊരു പരാജയമാണ് നോക്കിയേ. ഒരു ഡയറക്ടർ ഒരു വിഷയം പറയാൻ ശ്രമിക്കുകയാണ്, പക്ഷെ സിനിമയുടെ അവസാനം വരെ കണ്ടിരിക്കുന്ന ആർക്കും ആ സിനിമയുടെ വിഷയം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നിലപാടിനെ കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് പറയാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രജിത്ത് ചെയ്യുന്ന ഷിൻഡോ എന്ന് പറയുന്ന കഥാപാത്രം, ഷിൻഡോയുടെ ഭാര്യയായിട്ടുള്ള ഷെറിൻ, ഇവർ ഭയങ്കരമായിട്ടുള്ള നിലപാടെടുത്ത മനുഷ്യരാണ്. അവർക്ക് കുട്ടികൾ വേണ്ട ലൈഫിൽ. കുട്ടികൾ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള അടിത്തറയില്ല, അല്ലെങ്കിൽ കുട്ടികളെ വളർത്താനുള്ള മാനസിക പ്രാപ്തി കൈവന്നിട്ടില്ലാത്ത ദമ്പതികളാണ്. അതുകൊണ്ട് കുട്ടികൾ വേണ്ട എന്നുള്ള താൽക്കാലികമായിട്ടുള്ള തീരുമാനത്തിൽ പോവുകയാണ്. പക്ഷേ ഇത്രയും സ്ട്രോങ് ആയിട്ട് 2 ദമ്പതികൾ അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുകയാണ്. പക്ഷേ ഈ തീരുമാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് തീരുമാനം മാറുന്നുണ്ട്. അമ്മ വന്നിട്ട് കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് തീരുമാനം മാറുന്നുണ്ട്. കൺഫ്യൂഷൻ വരികയാണ്. അപ്പം സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്ത മനുഷ്യർക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൺഫ്യൂഷൻ വരിക? അപ്പോൾ കാണുന്ന എനിക്ക് തോന്നുന്നു ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ അഭിനയിക്കുന്നവരുടേതാണോ അതോ ശരിക്കും ഈ എന്താ പറയുക ഡയറക്ടറുടേതാണോ അതോ എഴുത്തുകാരൻ്റെതാണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കും വന്നിട്ടുണ്ട്. അങ്ങനെ നിലപാടെടുത്ത മനുഷ്യന് മാറാൻ ചാൻസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത നിലപാടാണ് കാണിക്കുന്നത്. ഷിൻഡോയുടെ ബ്രദറും ബ്രദറിന്റെ പാർട്ട്ണറായിട്ടുള്ള മീനാക്ഷി എന്ന വിൻസിയുടെ ക്യാരക്ടർ ലിവിങ് ടുഗദർ പാർട്ട്ണറാണ്. അവർക്ക് നിയമപരമായിട്ട് കല്യാണം കഴിക്കേണ്ട, ലൈഫ് ലോങ് എങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനാണ് പ്ലാൻ. പക്ഷേ അവിടെയും കൺഫ്യൂഷൻ. വഴിയെ പോകുന്നവരോ ആരെങ്കിലുമൊക്കെ വന്നിട്ട് കുടുംബത്തിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറയും, മോനെ കല്യാണം കഴിക്കണം, നിയമപരമായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോഴേക്കും ഈ നിലപാടുള്ളവർക്കും കൺഫ്യൂഷൻ. അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ആശയത്തെക്കുറിച്ച് പറയാൻ ട്രൈ ചെയ്താൽ അതിലൂടെ മുമ്പോട്ട് പോകുക. അല്ലാണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ കൊടുത്ത് പ്രേക്ഷകരെ കൂടി കൺഫ്യൂഷൻ ആക്കുന്ന അവസ്ഥയേക്കാൾ എത്രയും നല്ലതല്ലേ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇതാണ് മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ പറയണം എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് മൊത്തം കൺഫ്യൂഷനാണ്. കുട്ടികളില്ലാത്ത ദമ്പതികളെ കുറിച്ച് പറയണോ, ലിവിങ് ടുഗദർ പാർട്ട്ണറെ കുറിച്ച് പറയണോ, ഭയത്തെ കുറിച്ച് പറയണോ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയണോ, തുടങ്ങി എല്ലാത്തിലും ഇവർക്ക് കൺഫ്യൂഷൻ. അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷനായിട്ട് സിനിമ അങ്ങനെ മുമ്പോട്ട് പോയി. സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് സിനിമ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നു. ഇതിൻ്റെ കൂടെ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വിൻസി ചെയ്യുന്ന കഥാപാത്രം. ഒന്നാമത് വിൻസി അലോഷ്യസ് ഒരു കഥാപാത്രം ചെയ്യുകയെന്ന് പറയുമ്പോഴേ നമുക്ക് ഊഹിക്കാൻ പറ്റും കുറച്ച് കാലമായിട്ട് ഒന്നെങ്കിൽ ഓവർ ക്യൂട്ട്നെസ് അല്ലെങ്കിൽ എസെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ഇതിൽ ഓവർ ക്യൂട്ട്നെസ് ആണ്. ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച് നമ്മളെ പണ്ടാറടക്കുന്ന അവസ്ഥയില്ലേ. മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ക്യൂട്ട്നെസ് ചെയ്യുന്നതേ ഭയങ്കര അരോചകമാണെന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. അത് ഭയങ്കര ബോറായിട്ട് റിയൽ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ സിനിമയ്ക്കകത്താണെങ്കിലും ക്യൂട്ട്നെസ് സഹിക്കാൻ കുറച്ച് പാടാണ്. ഇതിൽ വിൻസിയുടെ ക്യൂട്ട്നെസ് ആണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. ആ പാവം വിൻസി ആണെങ്കിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ പോവേണ്ട ആളായിരുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് ഇപ്പോഴും പുള്ളിക്കാരിയുടെ ഒരു സ്റ്റഫിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ ഒന്നും കിട്ടുന്നില്ല. പുള്ളിക്കാരിക്ക് ഇമാതിരി ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ് കുറേ കാലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വിൻസി ക്യൂട്ട്നെസ് വാരി വിതറി വെറുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമയിൽ നമ്മുടെ വസിഷ്ഠ മറ്റേ നമ്മുടെ മിന്നൽ മുരളിയുടെ പയ്യനില്ലേ, വസിഷ്ഠ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടർ എന്നൊക്കെ പറയാമെങ്കിലും എനിക്ക് ക്ലീഷയായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ അഭിനയിക്കാൻ വരുന്ന കുട്ടികളുടെ, അതായത് സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിക്കുന്ന കുട്ടികളുടെ മാനസിക സമ്മർദ്ദമൊക്കെയാണ് കാണിച്ചത്. പക്ഷേ സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ കുത്തി നിറച്ച് പല അടരുകളായി പോയത് കൊണ്ട് തന്നെ എനിക്കതൊക്കെ ഭയങ്കര ബോറായിട്ടാണ് തോന്നിയിട്ടുള്ളത്.
അങ്ങനെ സിനിമ എനിക്ക് ഇതിനകത്ത് കൊള്ളാവുന്ന ഒന്നും തോന്നിയിട്ടില്ല. ഇനിയിപ്പോ എല്ലാം സഹിക്കാമെങ്കിലും വിദ്യാസാഗറിനെ പോലുള്ള ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ ഇതിൽ ചെയ്തു വെച്ച വർക്കാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അദ്ദേഹത്തെ പോലുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്തു വെച്ച വർക്കാണോ ഇതെന്ന് പോലും നമുക്ക് കൺഫ്യൂഷനാണ്. പിന്നെ ക്യാമിയോ റോളിൽ നമ്മുടെ ആസിഫ് അലി പതിവ് പോലെ വന്നിട്ടുണ്ട്. ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യങ്ങളല്ല ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. ആസിഫ് അലിയുടെ ക്യാരക്ടറും അത്യാവശ്യം നല്ല രീതിയിൽ ബോറായിട്ടാണ് ആസിഫ് അലി ചെയ്തതെന്ന് തോന്നിപ്പോയി. എന്താ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് എല്ലാവരും മൊത്തത്തിൽ ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പിന്നെ സിനിമയെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം സിനിമ മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ പല അടരുകളായി പറഞ്ഞു കഴിഞ്ഞു, പല രീതിയിൽ പറഞ്ഞു, പറയേണ്ട വിഷയങ്ങളിൽ നിന്നും തെന്നി മാറി അങ്ങനെ പോയിട്ടുള്ള സിനിമയാണ്. അങ്ങനെ സിനിമ ഒരു വിധത്തിൽ പറയേണ്ടത് എന്തൊക്കെയോ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഒരു വിധത്തിൽ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സിനിമയുടെ ക്ലൈമാക്സ് എടുത്തപ്പോൾ എന്തിനാന്നറിയില്ല, നല്ലൊരു പാട്ട്, മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന പണ്ടത്തെ നല്ലൊരു പാട്ട് കൊണ്ടുപോയി ഇതിൽ വെച്ച് വെറുപ്പിച്ച് പണ്ടാറടക്കിയ അവസ്ഥയായി പോയി. അപ്പൊ അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അത് നല്ല രീതിയിൽ എന്താ പറയാ വെറുപ്പിച്ച് കയ്യിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല, എന്തിനാണ് സിനിമയ്ക്ക് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന പേര് കൊടുത്തത് എന്നുള്ളതും മനസ്സിലായിട്ടില്ല. സിനിമയ്ക്ക് ഒരു പേര് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം എത്ര ആലോചിച്ചിട്ടും ആ കണക്ഷൻ എനിക്ക് പിടികിട്ടിയിട്ടില്ല. സോ സിനിമ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഞാൻ ഈ കുറച്ച് കാലമായിട്ട് കാണുന്ന മലയാള സിനിമകളൊക്കെ വളരെ നല്ല സിനിമകളാണ്. മലയാള സിനിമകൾ ഇങ്ങനെ ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത്തരം ചില സിനിമകൾ വരുമ്പോൾ വല്ലാത്ത തരത്തിലുള്ള നിരാശയുണ്ടാക്കുന്നു. അപ്പം ഇത്തരം ക്ലീശേ സാധനങ്ങൾ, പ്രത്യേകിച്ച് പറയേണ്ട വിഷയം എന്താണെന്ന് പോലും ബോധ്യമില്ലാതെ എടുത്തു വെക്കുന്ന സാധനങ്ങളൊക്കെ നിരാശ തന്നെ തരുള്ളൂ. സോ സിനിമ എനിക്കൊട്ടും ഓക്കെ അല്ല.